ഞാൻ എത്രത്തോളം എൻ്റെ ജോലി എത്ര ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ഭംഗിയാക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് കേട്ടോ. ഇന്നത്തെ ബ്രൈഡിൻ്റെ മൂന്നാമത്തെ സാരി കൈ കിട്ടിയപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ ഈ മൂന്നാമത്തെ സാരി കയ്യിൽ കിട്ടിയപ്പോഴാണ് കാണുന്നത് കേട്ടോ, കളറൊക്കെ കാണുന്നത്. നല്ലൊരു റോസ് ഗോൾഡ് ആൻഡ് ഒരു പിങ്ക് കോമ്പിനേഷനിൽ വരുന്ന സാരി ആയിരുന്നു. സോ അപ്പോൾ വിചാരിച്ചു, അയ്യോ ഈ മുല്ലപ്പൂവ് അല്ലാണ്ട് എന്തെങ്കിലും ഒരു പൂവ് വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, ലോട്ടസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നു. എൻ്റെ കല്യാണത്തിന് സെക്കൻഡ് സാരിക്ക് ലോട്ടസ് ഇങ്ങനെ കെട്ടിയായിരുന്നു ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങനെ കെട്ടി വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ ലോട്ടസ് കിട്ടാനുമില്ല ആ സമയം. അപ്പോൾ ബ്രൈഡിൻ്റെ അമ്മയോട് ഞാൻ ചോദിച്ചു, എങ്ങനെയെങ്കിലും കുറച്ച് ലോട്ടസ് കിട്ടാൻ വഴിയുണ്ടോ, താമരപ്പൂ കിട്ടാൻ വഴിയുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, നമ്മുടെ ബൊക്കെ വന്നിട്ട് ലോട്ടസാണ്, അപ്പോൾ അത് കൊണ്ട് തന്നാൽ മതിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓ അത് കിട്ടിയാലും മതി, എങ്കിൽ നല്ല ഭംഗിയായിരിക്കും, അങ്ങനെ ലോട്ടസ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കും ഹെയറിനെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ സാരിക്ക് പെട്ടെന്ന് തന്നെ ഞാനും ശ്രാവന്തികയും കൂടി ഇരുന്ന് കെട്ടി. എന്നിട്ട് ആ ലോട്ടസിൻ്റെ ഉള്ളിലുള്ള സാധനം മാത്രം എടുത്തിട്ട് നമ്മുടെ അറ്റാച്ച്ഡ് ഹെയറിലേക്ക് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ. ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാരിയൊക്കെ ഉടുത്ത് ഈ ഫ്ലവറും കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റികളൊക്കെ ചിലപ്പോൾ വളരെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നാറുള്ളതാണ്. അത്ര ഇഷ്ടത്തോടുകൂടിയും ഭയങ്കര നമ്മുടെ ഒരു പാഷനായിട്ടുമൊക്കെ ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം. എന്നെ അറിയുന്ന ആൾക്കാരെല്ലാം വിളിക്കാറ് പെർഫെക്ഷനിസ്റ്റ് എന്നാണ് വിളിക്കാറുള്ളത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ചെയ്ത് അത്ര ക്ലിയറായിട്ട് പക്കയായിട്ട് ഇങ്ങനെ വരണം, ഇങ്ങനെ ചെയ്യണം, അത്രയും സാരിയൊക്കെ അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൂ വന്നിട്ട് ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ഇതായിട്ട്. പക്ഷേ ഈ ഒരു ലുക്ക് വൈസ് ഈ സാരിയും ഈ പൂവൊക്കെ ആയിട്ട് നല്ല ബ്ലെൻഡായി പോകുന്ന ഒരു കളർ കോംബോ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം. എനിക്കൊന്നും ഈ ഹെയറിൽ ഇങ്ങനെ താമരപ്പൂ താഴേക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ മാരേജിന് ബൺ ഹെയർ ആയിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം ഉറപ്പായിട്ടും പറയണം കേട്ടോ.